സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരനാണ് നിപ്പ സ്ഥിരീകരിച്ചത്. പൂനെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. കൊച്ചിയിലെ ലാബിൽ നടത്തിയ പരിശോധനയിലും നിപ്പ സ്ഥിരീകരിച്ചിരുന്നു. മലപ്പുറം ജില്ലയിൽ നിന്ന് നിപ്പ സസ്പെക്ട് ചെയ്ത 14 വയസ്സുള്ള കുട്ടിയുടെ സാമ്പിൾ ഫലം NIV പൂനെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അത് നിപ്പ പോസിറ്റീവാണ്. അപ്പോൾ ഇപ്പോൾ ആ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇതിനനുസരിച്ചിട്ടുള്ള, ഞാൻ നേരത്തെ മീറ്റിങ്ങിന് ശേഷം സൂചിപ്പിച്ചതുപോലെ, ഇതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് കോൺടാക്ട് ട്രേസിംഗ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈറിസ്ക് കോൺടാക്ട്സിലുള്ള അല്ലെങ്കിൽ ലോ റിസ്ക് ഈ കോൺടാക്ട്സിലുള്ള എല്ലാവരും തന്നെ നമ്മൾ കണ്ടെത്തപ്പെടുന്നുണ്ടെന്നുള്ളതും ഹൈറിസ്ക് കോൺടാക്ട്സിലുള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ സാധാരണ എപ്പിക് സെൻറ്റർ വെച്ച് 3 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രീതിയിൽ ഉണ്ടാകും. നമുക്ക് ജില്ലയിൽ എല്ലാവരും ഒരു ജാഗ്രത പുലർത്തണം. മാസ്ക് ധരിക്കണം, പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം എന്നുള്ളതും, ഹോസ്പിറ്റലുകൾ പരമാവധി സന്ദർശിക്കാതെ ഇരിക്കുക. ഹോസ്പിറ്റലിൽ രോഗമായി കിടക്കുന്ന നമ്മുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെയൊക്കെ സന്ദർശിക്കാൻ ഈ ഒരു സമയം അതിനുപയോഗിക്കാതെ ഇരിക്കുക. ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളവർ മാത്രം പോകുക. ഹോസ്പിറ്റലുകളിൽ ആരോഗ്യ പ്രവർത്തകർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ളതാണ്. നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മലപ്പുറത്ത് ആരോഗ്യവകുപ്പ് കൺട്രോൾ സെൽ ആരംഭിച്ചിട്ടുണ്ട്. മലപ്പുറം PWC റെസ്റ്റ് ഹൌസിൽ ആണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ സെൽ തുറന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ജില്ലയിൽ ക്യാമ്പ് ചെയ്ത സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് ജില്ലാ കളക്ടറും അറിയിച്ചു. കടകൾ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. ഹോട്ടലുകൾക്കും ഇത് ബാധകമാണ്. തിയേറ്ററുകളുടെ പ്രവർത്തനത്തിനും നിയന്ത്രണമുണ്ട്. കേസ് പോസിറ്റീവാണ് എന്നുള്ളത് NIV പൂനെയും സ്ഥിരീകരിച്ചു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ 214ഓളം കോണ്ടാക്ട്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ 60ഓളം ഹൈറിസ്ക് കാറ്റഗറി കോണ്ടാക്ട്സ് ആണ് ഉള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ക്രമീകരിച്ചിട്ടുണ്ട്. പേഷ്യൻറ്റിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു കോണ്ടാക്റ്റ് പോലും വിട്ടുപോകാതെ എല്ലാവരും, ഈ മോൻ കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ള എല്ലാവരെയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ ഫീൽഡിലുള്ള, ഇപ്പോൾ ഓൺലൈൻ മീറ്റിങ്ങിൽ പാണ്ടിക്കാട് നിന്നുള്ള MOയും ആനക്കയത്ത് നിന്നുള്ള MOയും അവിടെ നിന്നുള്ള ഹെൽത്ത് വർക്കേഴ്സൊക്കെ തന്നെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇന്ന് അവർ ഫീൽഡിൽ നടത്തിയ വിസിറ്റ്സിൻ്റെയും ശേഖരിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളത്. അല്പസമയത്തിനകം റൂട്ട് മാപ്പ് കൂടി പ്രസിദ്ധീകരിക്കും. ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് എന്നുള്ളതും. 10-ാം തീയതിയാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. 11-ാം തീയതി പനി ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഉള്ള എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങളും പ്രസിദ്ധീകരിക്കും. ഈ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഈ സമയം കൂടി പരമാവധി എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റൽ വിസിറ്റ് നടത്തിയ സമയം, അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൺട്രോൾ റൂം ഉണ്ട്. ആ കൺട്രോൾ റൂമിന് നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കാം. ഒരു തരത്തിലും ഒരു ഭയപ്പെടുകയോ ആശങ്കപ്പെടുകയോ ഒന്നും വേണ്ട. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള ഒരു മാനസിക പിന്തുണ, ഭയമാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് വിളിക്കുക. നമുക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നമുക്കിതിനെ നേരിടാം. റൈറ്റ്, അതാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ ഇത്തരം പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുണ്ട്, അങ്ങനെ നേരിടാം എന്നാണ് ആരോഗ്യമന്ത്രി പറയുകയും ചെയ്യുന്നത്. CV അനുമോദ്